നമ്മുടെ കോഴിക്കോട് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ അനവധി കഥകൾ ഈ തീരത്തിന് പറയാനുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ കച്ചവടത്തിനായി നമ്മുടെ നാടിനെ സമീപിച്ച അറബികൾക്ക് സ്വാഗതമോദിയ മഹാസമുദ്രം. പ്രാചീനകാലം മുതൽക്കുള്ള കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ വലിയ തെളിവാണ് ഈ സമുദ്രതീരം. ലോകഭൂപടത്തിൽ നമ്മുടെ കോഴിക്കോടിന് ഒരു ഇടം നൽകിയ മലബാറിൻ്റെ കടപ്പുറം. കോഴിക്കോട്ടെ വലിയങ്ങാടിയാണിത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ അവിസ്മരണീയ ഗന്ധം കൊണ്ട് സന്ദർശകരെ വരവേൽക്കുന്ന വലിയൊരങ്ങാടി. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന വാണിജ്യ പെരുമ. അറബികളും അല്ലാത്തവരുമായി വിവിധ ദേശക്കാർ വന്ന് ചരക്കിറക്കിയിരുന്ന കോഴിക്കോടിൻ്റെ കച്ചവട കേന്ദ്രം. ഇപ്പോൾ ഞാൻ എത്തിയത് കോഴിക്കോട് കുറ്റിച്ചിറയിലാണ്. കോഴിക്കോട്ടെ മുസ്ലിം സംസ്കാരത്തിൻ്റെ തനിമയും അടയാളങ്ങളും ഇന്നും മായാതെ നിലനിൽക്കുന്ന ഇടമാണ് കുറ്റിച്ചിറ. പഴയകാല പ്രൗഢിയിൽ തന്നെ മുസ്ലിം സംസ്കാരത്തെ ഇന്നും നമുക്കിവിടങ്ങളിൽ കാണാനാവും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്ക് മുന്നിലുള്ള മിഷ്കാൽ പള്ളി. AD 14-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ വ്യവസായിയായിരുന്ന നഹൂദ മിഷ്കാൽ പണി കഴിപ്പിച്ച പള്ളിയാണിത്. പിന്നീട് പോർച്ചുഗീസുകാർ ഭാഗികമായി തകർത്തുവെങ്കിലും സാമൂതിരിയുടെ സഹായത്തോടെ പുതുക്കി പണിയുകയാണുണ്ടായത്. തൊട്ടടുത്ത് തന്നെയുള്ള ജിഫ്രി ഹൗസും കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളിയും മുച്ചുന്തി പള്ളിയുമെല്ലാം ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും മുസ്ലിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളുടെയും മായാത്ത ഉദാഹരണങ്ങളാണ്. കോഴിക്കോടിൻ്റെ മുസ്ലിം പ്രതാപവും പാരമ്പര്യവുമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഈ സാംസ്കാരിക പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ച് അന്താരാഷ്ട്ര തലത്തിൽ കോഴിക്കോടിനെ ഇന്നും അടയാളപ്പെടുത്തുന്ന ഒരിടത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയ. വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെയും സാംസ്കാരിക നിർമ്മിതിയിലൂടെയും കോഴിക്കോടിൻ്റെ ആത്മീയ മുഖച്ഛായയായി നിലകൊള്ളുന്ന ഒരിടം. ഇന്നും കോഴിക്കോടിനെ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരിടമാണ് മർക്കസ്. മർക്കസിൻ്റെ സനദ് ദാന സമ്മേളനവും ഖത്മുൽ ബുഖാരി സംഗമവും ഫെബ്രുവരി 5-ന് വിപുലമായി ഇവിടെ വെച്ച് നടക്കുകയാണ്. അതിലേക്ക് എത്തിച്ചേരുന്ന 10,000-ങ്ങളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ പരിസരമാകെയും.